Hello dear students, welcome back. ഞാൻ MP from Universal Institute കോട്ടക്കൽ. നീറ്റ് 2024 റിസൾട്ട് ജൂൺ 14 വരേണ്ടത് ജൂൺ 4 വന്നു. അപ്രതീക്ഷിതമായി ഇലക്ഷൻ റിസൾട്ടിൻ്റെ അതേ ദിവസം തന്നെ നീറ്റിൻ്റെ റിസൾട്ട് വൈകിട്ടായിട്ട് വന്നു. റിസൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നല്ല 700 മുകളിൽ 4 പേര് സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട്, നല്ല മാർക്കുകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച 650 മാർക്കിലൊക്കെയുള്ള കുട്ടികളുടെ റാങ്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പുറകിലേക്ക് പോയി. മൊത്തത്തിലുള്ള റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി മൊത്തത്തിൽ ഒരു മാർക്ക് എക്സ്പ്ലോഷനും കട്ട് ഓഫ് മാർക്ക് 650ൻ്റെ മുകളിലൊക്കെ വരാനുള്ള സാധ്യതയും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിനെ തുടർന്ന് ഉണ്ടായത് നീറ്റുമായി ബന്ധപ്പെടുത്തി വലിയൊരു സ്കാം നടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് നീറ്റ് റിസൾട്ടുമായി ബന്ധപ്പെടുത്തി NTA പുറത്തിറക്കിയ പ്രസ് റിലീസിൽ ടോപ്പ് 100 സ്റ്റുഡൻസിൻ്റെ മാർക്ക് കൊടുത്തതിൽ 67 പേര് ഫുൾ മാർക്ക് വാങ്ങിയതോട് കൂടെ തന്നെ വരാൻ പാടില്ലാത്ത 2 സ്കോറുകൾ 718, 719 പോലുള്ള സ്കോറുകൾ നമ്മളവിടെ കണ്ടു. അതിന് എക്സ്പ്ലനേഷൻ ചോദിച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് NTA അതിന് ചെറിയൊരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. അവിടെ പല കുട്ടികൾക്കും പല സ്ഥലങ്ങളിലും ലോസ് ഓഫ് ടൈം കാരണം കാണിച്ചുകൊണ്ട് ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്തതാണ് ഈ തരത്തിലുള്ള മാർക്കുകൾ വരാനുള്ള കാരണം. ഗ്രേസ് മാർക്സ് എന്നത് നമ്മൾ ബോർഡ് എക്സാമുകളിൽ മാത്രം കേട്ട് ശീലിച്ച ആ ടേമാണ് NTA യൂസ് ചെയ്തത്. ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സംഭവം എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു, എത്രത്തോളം കൊടുത്തു, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, എവിടേക്കുള്ള സ്റ്റുഡൻസിനാണ് കൊടുത്തത്, ഏതൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ്സ് ഒന്നും തന്നെ പറഞ്ഞില്ല. എക്സെപ്റ്റ് അത് 2018 സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് എന്നതായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മറുപടി വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിലും മറ്റും അതിനേക്കാളും ഉപരിയായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ വന്നു. NTA കൂടുതൽ എക്സ്പ്ലനേഷൻ പുറപ്പെടുവിക്കണം എന്നുള്ള ആവശ്യം ശക്തമായി വന്നു. അങ്ങനെ ജൂൺ 6 വൈകിട്ട് NTAയുടെ മറ്റൊരു പ്രസ് റിലീസ് വന്നു. അതിൽ കട്ട് ഓഫ് റൈസ് ചെയ്യാനുള്ള കാരണവും മറ്റും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിൽ കൂടെ തന്നെ 1563 സ്റ്റുഡൻസിനാണ് ഗ്രേസ് മാർക്സ് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ തന്നെ അത് ഛത്തീസ്ഗഡ്, ഡൽഹി, പഞ്ചാബ്, ഹരിയാന എന്നീ സ്റ്റേറ്റുകളിലെ സ്റ്റുഡൻസിനാണ് എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ NTAയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും അവിടെ ഉപയോഗിച്ചിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 2018 ക്ലാറ്റ് എക്സാമുമായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയാണ്. അത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. മാത്രമല്ല നീറ്റ് എക്സാമിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. അത് ലോ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് മാനദണ്ഡമാക്കുന്ന എക്സാമാണ്. ഏതായാലും അതാണ് NTAയുടെ വിശദീകരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്ന രീതിയിലുള്ള ബഹളങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ടായി. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ വിശദീകരണങ്ങളെ പറ്റി അന്വേഷിച്ചു. സുപ്രീം കോർട്ടുമായി ബന്ധപ്പെടുന്ന വക്കീലുമാരുമായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് AF സാർ സംസാരിച്ചിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നമ്മളും നിർബന്ധമായും സുപ്രീം കോർട്ടിൽ പോകേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതും ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതും. എന്നാൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലീക്കേജുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഊഹാപോഹങ്ങൾക്ക് കാര്യമായ പ്രസക്തിയില്ല, അല്ലെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. അതിനെ തുടർന്ന് മറ്റ് കോച്ചിങ് സെന്ററുകളുമായി ചേർന്ന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ നമ്മൾ സുപ്രീം കോർട്ടിലേക്ക് ഒരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 650 ഒക്കെ എബവ് സ്കോർ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ പെറ്റീഷൻസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ പെറ്റീഷൻ കൊടുക്കുന്നതിനേക്കാളും വാല്യുബിൾ ആകുന്ന ആക്ച്വലി സ്റ്റുഡൻസിൻ്റെയോ രക്ഷിതാക്കളുടെയോ പേരിൽ ഉള്ള പെറ്റീഷൻസ് ആണ് എന്ന നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്റ്റുഡൻസിൻ്റെ പേരിലാണ് നമ്മൾ പെറ്റീഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ MSFൻ്റെയും കൂടെ ചേർന്നുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെയും കൂടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുമായി ബന്ധപ്പെടുത്തി പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും മീറ്റിംഗ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ നടപടികൾ എടുത്തു എന്നുള്ള കാര്യങ്ങളും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിധി നമ്മുടെ സ്റ്റുഡൻസിനും രക്ഷിതാക്കൾക്കും ഒക്കെ അനുകൂലമായി തന്നെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം നമ്മുടെ കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായ കാര്യം, നമുക്ക് കൃത്യമായ തെളിവുകളുള്ള കാര്യത്തിൽ നമുക്ക് കോടതിയിൽ പോകുന്നതിന് അർത്ഥമുള്ളൂ. അപ്പോൾ 3 വിഷയങ്ങളാണ് നമ്മൾ കോടതിയെ ധരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്ന്, എന്തൊക്കെയോ ദുരൂഹതകൾ NTA മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ NTA എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുരൂഹത ഒരുപാട് നിലനിൽക്കുന്ന തരത്തിലാണ് റിസൾട്ട് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ റിസൾട്ടിൽ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളൊക്കെയും. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് നമ്മൾ സുപ്രീം കോർട്ടിൽ പെറ്റീഷനിൽ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ കാര്യം. കൃത്യമായ ഒരു അന്വേഷണം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതുപോലെ തന്നെ ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യുന്നതും അതും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു കീഴ്വഴക്കം നല്ലതല്ല. ഈ
ഇപ്രാവശ്യം തന്നെ കൊടുത്തിട്ടുള്ള ഗ്രേസ് മാർക്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്തുകൊണ്ട് ഒരു പുതുക്കിയ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് റീപബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം. മൂന്നാമതായിട്ട് പ്രോസ്പെക്ടസിൽ എവിടെയും പറയാത്ത ലോസ് ഓഫ് ടൈമിന് കോമ്പൻസേറ്ററി ആയിട്ട് ഗ്രേസ് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അഥവാ പ്രോസ്പെക്ടസിൽ പറയാത്ത ഓരോരോ പോളിസികൾ എക്സാം നടക്കുമ്പോഴും നടന്നതിന് ശേഷവുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കീഴ്വഴക്കം ഇനി ഒരിക്കലും ഉണ്ടാവരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒരു നടപടി വേണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പെറ്റീഷൻസിൽ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്സ്. ഈ കാര്യത്തിൽ സുപ്രീം കോർട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നമ്മുടെ ഒക്കെ അധ്യാപകരുടെ ഒക്കെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങളുമായി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് സെൻറ്ററുകളോടുകൂടി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒന്ന് ബോധവാന്മാരാക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതുമായിട്ട് എന്തെങ്കിലും ക്വയറീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലിസണിങ്.